ആൻറ്റില ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ വീടുകളിലൊന്നാണ് അംബാനിയുടെ വീട്. ഒരുപാട് നാളായി പറയുന്നുണ്ട് അത് വഖഫിൻ്റെ സ്ഥലത്താണെന്ന്. ഇന്ത്യയിൽ ഒരുപാട് പേര് അവകാശവാദം ഉന്നയിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ദാ സാക്കിർ നായിക്ക് പറഞ്ഞിരിക്കുന്നു വഖഫിൻ്റെ സ്ഥലത്താണ് ഇരിക്കുന്നത്, വഖഫിന് അവകാശപ്പെട്ട സ്ഥലത്താണ് അംബാനി വീട് വെച്ചിരിക്കുന്നത്. അംബാനിയെ പെരുവഴിയിലാക്കുമോ വഖഫ് ബോർഡ്? അത് പറയുന്നതിന് മുമ്പ് ഈ സക്കീർ നായിക്ക് പിടികിട്ടാ പുള്ളിയാണ്, മലേഷ്യയിലാണ്. അപ്പോൾ അയാൾ കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാൻ യൂട്യൂബറുമായിട്ടുള്ള പോഡ്കാസ്റ്റിലാണ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വേറെയും അയാൾ പറയുന്ന കുറെ കള്ളങ്ങളുണ്ട്. അതിൻ്റെ ഒരു 3-4 വരി പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വിഷയത്തിലേക്ക് വരാം. മോദിക്ക് ഇയാൾ പറയണേ, മോദി ഇയാളുടെ അടുത്തേക്ക് ഒരു പ്രതിനിധി അയച്ചിരുന്നു, സക്കീർ നായിക്കിൻ്റെ അടുത്തേക്ക്. അജ്ഞാതനായിരിക്കും. വഖഫ് പ്രശ്നങ്ങളുമൊക്കെ ചർച്ച ചെയ്യാൻ നമ്മളിങ്ങനെ നിയമം പാസ്സാക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ടൊരു പ്രതിനിധി അയച്ചിരുന്നു. 2019 ഈ 370 ആർട്ടിക്കിൾ ഭരണഘടനയുടെ കശ്മീരിൻ്റെ പ്രത്യേക പദവി അത് പിൻവലിക്കുന്നതിന് മുമ്പ് ആണ് മോദി ഈ പ്രതിനിധിയെ അയച്ചിരുന്നത്. എന്നിട്ട് നായിക്കിനെ ക്ഷണിച്ചു ഇന്ത്യയിലേക്ക്. പിടികിട്ടാ പുള്ളിയല്ലേ ക്ഷണിക്കുന്നത് മോദി. ബന്ധം മെച്ചമാക്കണമെന്നുണ്ട്. നായിക്കുമായിട്ട്, സാക്കിർ നായിക്കുമായിട്ട് മോദിക്ക്. എങ്കിൽ എന്തുകൊണ്ട് മറ്റേ പിടികിട്ടാ പുള്ളി ഉണ്ടെന്ന് ചോദിക്കണമല്ലോ. ഭീകരബന്ധം അവസാനിപ്പിക്കുക, യുവാക്കളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുക, ഇതൊക്കെയാണല്ലോ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഒരാളെ മോദി ഈ പ്രതിനിധി അയച്ച് വിളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രതിനിധിയെ അയക്കുകയാണെങ്കിൽ തന്നെ മോദി അയക്കുന്നത് ദോവലിനെ പോലെയോ മറ്റൊരാളെ ആകാനേ സാധ്യതയുള്ളൂ, അതല്ലെങ്കിൽ ഒരു അജ്ഞാതന്. പിന്നെ അയാൾ പറയുകയാണ്, ഈ പ്രതിനിധി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ആർട്ടിക്കിൾ 370 പിൻവലിക്കാൻ പോവുകയാണ്, ഞങ്ങൾ അങ്ങനെ പിൻവലിപ്പിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് പിന്തുണയ്ക്കണം. സക്കീർ നായിക്ക് ഇയാളുടെ പിന്തുണ ഇല്ലെങ്കിൽ മോദിക്ക് എന്തോ കുഴപ്പമില്ല. എന്നിട്ട് ഇയാൾ ഈ അപ്പോൾ ആ വന്ന പ്രതിനിധിയോട് പറഞ്ഞു, പക്ഷെ എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ കുറച്ചതാണ്, ഞാൻ കാശ്മീരിൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും, കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുക എന്ന് ഇയാൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഇങ്ങനെ മോദി പ്രതിനിധിയൊക്കെ അയച്ചിരുന്നു എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കറിയാമോ ഈ വഖഫ് ബോർഡിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇവർ നിയമം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കള്ള പറയുന്നത്, അതിനൊന്നും അല്ലല്ലോ ഈ വഖഫ് നിയമം എന്ന് പറയുന്നത്, അതിന് വേണ്ടിയല്ല. എന്നിട്ടാണ് അയാൾ പറയുന്നത് 27 നിലയുള്ള അംബാനിയുടെ ആൻറ്റില്ല വഖഫ് സ്വത്താണ്, അതിൻ്റെ മുകളിൽ ഹെലിപ്പാഡുണ്ട്, ആ ഭൂമിയിൽ പണ്ട് വല്ല മുസ്ലിങ്ങളും വല്ല തെറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം, അങ്ങനെ വഖഫ് പിന്നെ ഏറ്റെടുത്തതാകാം, അതിനെ സംബന്ധിച്ച കേസുണ്ട്. മറ്റേ അംബാനിക്ക് ആ വീട്ടിൽ കയറാൻ തന്നെ ഇപ്പം പറ്റുന്നില്ല. അതിൻ്റെ ബാക്കിയുള്ള ഫുട്പാത്തിലാണ് കടയിൽ ഉറങ്ങുന്നത്, ഒരു തുണിയൊക്കെ വിരിച്ച്. ഈ നിയമപരമായ പ്രശ്നങ്ങൾ കാരണം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇയാൾ പറയണു ഈ മുസ്ലിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ മാറിപ്പോവും ഈ വഖഫ് നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ. പിന്നെ പേഴ്സണൽ ലോ ബോർഡ് മുസ്ലിങ്ങൾക്ക് വഖഫ് ഇങ്ങനെ പല സംഗതികളുമുണ്ട്. മോദി വഖഫ് നിയമം മാറ്റിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കൾ പോകും. എന്നിട്ട് ഇത്രയും പറഞ്ഞു. ഇനി ആൻറ്റിലയുടെ കാര്യം നമുക്കൊന്ന് നോക്കണമല്ലോ, എന്താണ് അത് വഖഫ് സ്വത്താണോ? 2006-2010 കാലത്താണ് അത് പണിതത്. 4-5 കൊല്ലം വേണ്ടി വന്നിരുന്നു. $2 ബില്യൺ ആണ് ചിലവായത് അത് പണിയാനായിട്ട്. കഴിഞ്ഞ കൊല്ലമാകുമ്പോൾ 2023 അതിൻ്റെ മൂല്യം 4.6 ബില്യൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് പറയുമ്പോൾ 38,401 കോടി രൂപ ബില്യൺ കൺവെർട്ട് ചെയ്യുമ്പോൾ. അന്ന് ഇത് പണിയുമ്പോൾ 16,696 കോടി രൂപ. ഇത്രയും അതിന് വിലമതിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിലും പാർപ്പിട സമുച്ചയമാണത്. ഇതിനെ റിക്ടർ സ്കെയിലിൽ 8 വരുന്ന ഭൂകമ്പം ഇതിനെ ബാധിക്കില്ല. അങ്ങനെയാണ് അത് പണിതിരിക്കുന്നത്. മുകളിലെ 6 നിലയും ഈ സ്വകാര്യ ക്വാർട്ടേഴ്സുകളാണ്, എന്ന് പറഞ്ഞാൽ വീടുകൾ.
അവർ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ അകത്ത് എവിടെയോ ഒരു താമര ഉണ്ട്. പിന്നെ സൂര്യ അകത്തേക്ക് കാണാവുന്ന വിധത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. 568 അടി ആണ് പൊക്കം. 65,340 ചതുരശ്ര അടി ആണ് അതിൻ്റെ വിസ്തീർണം. 65,340. ഇവിടുത്തെയൊക്കെ മാളുകൾ പോലും അത്രയും വരും. അതെ അതെ. അത് അതിനകത്ത് സാർ ഈ പറഞ്ഞ അതിനകത്തൊരു താമര ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി അതെന്താണ്? ഇതിൻ്റെ അകത്തൊരു ലോട്ടസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് താമര ഈ എന്തിലെങ്കിലും വളർത്തുന്നുണ്ട്. അതോ ഇനി താമരയുടെ രൂപം ഒരു രൂപമുണ്ട് എന്നുള്ളതാണ് എനിക്ക് വായിച്ചപ്പോൾ കിട്ടിയ ഇംപ്രഷൻ. ഒരു താമര എവിടെയോ കാണാവുന്ന വിധത്തിൽ സൂര്യപ്രകാശത്തിലുള്ള ഒരു താമര. അങ്ങനെയായിരിക്കാം. നമ്മളിപ്പോൾ പുതിയ വീടൊക്കെ പണിയുമ്പോൾ സൂര്യപ്രകാശം നേരെ വീടിന് നേരത്തിലെടുത്ത് വെച്ചിട്ട് ഒരു വലിയ വാർപ്പ് പോലെ വെച്ച് അതിനകത്ത് താമരയൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ കുളം. അതെ, വീടിനുള്ളിൽ അങ്ങനെയുള്ള പല വീടും ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, സൂര്യപ്രകാശം അങ്ങോട്ട് വരുന്നു, താമര വിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെയാണ് എനിക്കൊരു ഇംപ്രഷൻ കിട്ടിയത് ഇത് വായിച്ചപ്പോൾ. 168 കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഗരാഷ് അതിൻ്റെ അകത്തുണ്ട്. ബോൾ റൂമുണ്ട്, 9 സ്പീഡ് ലിഫ്റ്റുകളുണ്ട്, 50 സീറ്റ് തിയേറ്റർ, 50 പേർക്കിരുന്ന് കാണാവുന്ന തിയേറ്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂള്. അതൊക്കെ ന്യായമായിട്ടും എല്ലായിടത്തും കാണുമല്ലോ ഇങ്ങനെ വരുമ്പോൾ. സ്പാ, ടെറസ് ഗാർഡൻ, അമ്പലമുണ്ട് അകത്ത്. ഭിത്തിയിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്നോ റൂം ഉണ്ട് അതിൻ്റെ അകത്ത്. 4532 സ്ക്വയർ മീറ്റർ സ്ഥലത്ത് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1.11 ഏക്കറാണ് ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ. ഇനി ആണ് അതിൻ്റെ വഖഫ് ബന്ധം. ഇത് കരിമ്പായ് ഇബ്രാഹിം ഖോജ എന്ന് പറഞ്ഞ ആൾ ഒരു യത്തീംഖാന നടത്തിയിരുന്ന സ്ഥലമാണ്, അനാഥാലയം, യത്തീംഖാന. അത് വഖഫ്, അതുകൊണ്ട് ഇത് വഖഫ് ബോർഡിൻ്റെ വ്യാഖ്യാനം. അയാൾ കപ്പലുടമയായിരുന്നു ഈ കരിമ്പായി ഇബ്രാഹിം. 1895 അനാഥാലയം ഉണ്ടാക്കുന്നത്. ഒരു അനാഥാലയം, ഒരു ട്രസ്റ്റ്, അത്രയും വാസ്തവമുണ്ട് അതിൻ്റെ അകത്ത്. 2017 നവംബർ 29 ഇന്ത്യ ടുഡേയിൽ വന്ന വിവരങ്ങളാണ് ഞാൻ കൂടുതലും ഇത് എടുത്തിരിക്കുന്നത് സംസാരിക്കുമ്പോൾ. ഒരു സ്ഥലത്ത് വന്നതായിരിക്കണമല്ലോ. അപ്പോൾ 2002 ഈ അനാഥാലയത്തിൻ്റെ ട്രസ്റ്റ്, ആ ട്രസ്റ്റ് ചാരിറ്റി കമ്മീഷണറോട് അനുവാദം ചോദിച്ചിരുന്നു ഇത് വിറ്റോട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നിട്ട് അനുവാദം കിട്ടിയപ്പോൾ ആൻഡില കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഒരു കമ്പനിയാണത്, ആൻഡില കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിന് വിറ്റു. ആൻഡില എന്നതിലുണ്ട്, വിറ്റു. എന്നിട്ട് ഖോജ ഉദ്ദേശിച്ചിരുന്നത് ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ ഈ സ്ഥലം ഉതകണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന്. എന്തായാലും ട്രസ്റ്റ് ആൻഡില എന്ന് പറഞ്ഞ കമ്പനിക്ക് വിൽക്കുകയാണ്. 2.5 മില്യൺ ആണ് കൊടുത്തത്. 21 കോടി രൂപ ആണ് വാങ്ങുമ്പോൾ കൊടുത്തത്. അതിൻ്റെ മൂല്യം കൂടുതലൊന്നും ഉണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നതിലും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. നമുക്കതൊരു വിഷയം. വില നിശ്ചയിച്ചു, മേടിച്ചു. അപ്പം അന്ന് അവിടുത്തെ മഹാരാഷ്ട്രയിലെ വഖഫ് മന്ത്രി നവാബ് മാലിക് ഈ കൈമാറ്റത്തിന് എതിർത്തിരുന്നു ആ കാലത്ത്. അത് ഈ അതിൻ്റെ അകത്ത് മതം ഒരു ഘടകമായിരുന്നിരിക്കണം. ഒരു മുസ്ലിം പ്രോപ്പർട്ടി ഹിന്ദുവിന് കൊടുക്കുന്നതിനുള്ള എതിർപ്പൊക്കെ ആയിരിക്കും. റവന്യൂ വകുപ്പും എതിർത്തിരുന്നു എന്ന് പറയുന്നു. കോടതിയിൽ പോയിട്ട് സ്റ്റേ ഒക്കെ മേടിച്ചു. സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് പോയി. വഖഫ് ബോർഡ് ഞങ്ങളുടെ സ്ഥലമെന്ന് പറഞ്ഞിട്ടാണ്. വഖഫ് ബോർഡ് അവരുടെ സ്ഥലമെന്നെല്ലാം പറയുന്നുണ്ട്, അവരുടേതാണെന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതിയിൽ PIL വേറൊരാൾ ചെയ്തിരുന്നു. സുപ്രീം കോടതി നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് മടക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി അതിലൊന്നും ഇടപെട്ടിട്ടില്ല, തടയുകയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് വഖഫ് ബോർഡ് ഏറ്റവും അവസാനം ഞാൻ നോക്കുമ്പോൾ വഖഫ് ബോർഡ് അവരുടെ ഹർജി വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്, പിൻവലിച്ചു. അവകാശവാദം പിൻവലിച്ചു. അപ്പോൾ പിന്നെ ഇത് സക്കീർ നായിക്കോ അയാളെപ്പോലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരോ ഈ ആൻഡില, അംബാനിയുടെ വീട്
വഖഫ് ബോർഡിൻ്റെ ആണെന്ന് പറയുന്നതിൽ എന്താ കാര്യം? അല്ല, അത് മാത്രമല്ല, പിൻവലിച്ചത് മാത്രമല്ല സാർ. ഇപ്പോൾ ഒരാൾ ഒരു പ്രോപ്പർട്ടി വഖഫിന് കൊടുത്താൽ വഖഫിൻ്റെ പ്രോപ്പർട്ടിയായി. അപ്പോൾ വഖഫിന് അത് സംബന്ധിച്ച് രേഖകളുണ്ടാവണം. അതെ, അത് രേഖകളില്ല ഒന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒവൈസി പ്രസംഗിക്കുന്നൊരു കാര്യം കണ്ടു. അതായത് വഖഫ് നിയമ ഭേദഗതി നടപ്പാക്കിയാൽ ഏതാണ്ട് 1,70,000 വസ്തുവകകൾ നഷ്ടപ്പെടും. കാരണം നമുക്കിതിനൊന്നും രേഖയില്ല. രേഖ വല്ലവൻ്റെയും ഭൂമി എടുത്ത് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മദ്രസയും പണിത്, അനാഥാലയവും പണിത്, പള്ളി ഉണ്ടാക്കി കൈവശം വെച്ചുകൊണ്ടിരിക്കും. ഇവരുടെ പേടി ഈ നിയമപരിഷ്കരണം വന്നാൽ രേഖകളില്ലാത്ത കയ്യിൽ വെച്ച് അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ, ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയും സിഖുകാരൻ്റെയും ഒക്കെ ഭൂമിയുണ്ടല്ലോ, അത് കയ്യിൽ പോകും. അല്ലെങ്കിൽ അത് എക്സ്പോസ്ഡ് തുറന്നു കാണിക്കപ്പെടും. അത് സുനിലെ, ആ നിയമം വരുമ്പോൾ എനിക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ 9 ലക്ഷം ഏക്കർ ഉണ്ടല്ലോ, അത് പകുതിയായിട്ട് പോകും, കുറയും. അത് ഉറപ്പാ. കാരണം ബാക്കിയുള്ള വെറുതെ കൈവശം വെച്ചിരിക്കുകയാണ്. അതായത് ഈ മറ്റേ ബലാത്സംഗ കേസ് പോലെയാണ്, ഈ പുരുഷനാണ് തെളിയിക്കേണ്ട ബാധ്യത എന്ന് ആ നിയമത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. വഖഫ് ഏറ്റവും അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും ഉടമയായിട്ടിരിക്കുന്ന ആളാണ് എൻ്റെ ആണെന്ന് തെളിയിക്കേണ്ടത്. അങ്ങനെ ആര് നിയമം ഉണ്ടാക്കി? കോൺഗ്രസ്. അല്ല, മാത്രമല്ല ഈ വഖഫിന്റെ രേഖയില്ല. രേഖയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ തെളിയിക്കേണ്ട ബാധ്യത മറ്റേ പുരുഷന്റെ ആണെന്ന് പറയുന്നത് കോൺഗ്രസ് ഉണ്ടാക്കി. എൻ്റെ പ്രോപ്പർട്ടി വഖഫ് കൊണ്ടുപോയാൽ ഞാൻ തെളിയിക്കണം. വഖഫിന്റെ ആണെന്നുള്ളത് രേഖയില്ല. ഈ രേഖ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പം അതില്ലാണ്ടാവും. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശങ്ക. പിന്നെ ഭാവിയിൽ ഇന്ത്യയെ ഈ നിയമം പ്രകാരം ഈ സീംസ് വഖഫിന് തോന്നിയാൽ അതെ, എങ്ങനെ പറഞ്ഞ് ഇന്ത്യ മുഴുവൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാന്നുള്ള സ്വപ്നവും സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. ഇത് രണ്ടുമാണ് ഭയം. കാരണം റെയിൽവേയും മറ്റേ ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി വഖഫിന്റെ കയ്യിലാണ്. അല്ല, ഈ ആന്റിലയുടെ കേസിൽ ഈ ട്രസ്റ്റ് അംബാനിക്ക് വിൽക്കുമ്പോൾ അവർക്ക് അവരുടേതാണെന്നുള്ള ഡോക്യുമെന്റ് ഉണ്ട്. അതെ, അപ്പോൾ വഖഫിന്റെ അല്ല എന്ന് അപ്പം തന്നെ പ്രൈമാ ഫേസി വ്യക്തമാണ്. മാത്രമല്ല, അംബാനിയെ പോലെയുള്ള ആളുടെ കയ്യിൽ എത്ര വക്കീൽമാരാണ്? അതെ, ഡോക്യുമെന്റ് ഇല്ലാതെ അംബാനി മേടിക്കുമോ? ഇത്രയും കോടി മുടക്കി ഇത്രയും കൊടുത്തിട്ടില്ലേ? അതെ. അപ്പം വഖഫിന് ചുമ്മാ ഈ വഴിയെ പോകുന്ന പെണ്ണുങ്ങളെയൊക്കെ വായി നോക്കുന്ന ചില പൂവാലന്മാരുടെ സൂക്കേടാണ്. ഈ പ്രോപ്പർട്ടി അവർ നോക്കി. പക്ഷേ അതിൻ്റെ ഉടമസ്ഥരായിരുന്ന മുസ്ലിം ട്രസ്റ്റ് തന്നെ രേഖാപരമായി അത് അംബാനിക്ക് വിറ്റതാണ്. പിന്നെ വഴിയിൽ കലിങ്കലിരിക്കുന്ന വഖഫിന് എന്താ കാര്യം? ഇങ്ങോട്ട് വല്ലതും തടയുകയാണെങ്കിൽ തടഞ്ഞോട്ടേന്ന് പറഞ്ഞിട്ടാണ്. പോയാലൊരു വാക്ക് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. വഖഫ് ഒരു വല്ലാത്ത നിയമമാണല്ലേ. ഏതായാലും സമീപകാലത്താണ് നമ്മുടെ കേരളത്തിൽ പോലും ആളുകൾ ഇത് അറിഞ്ഞു തുടങ്ങിയത്. നമ്മളാണ് ഇത് ഏറ്റവും കൂടുതൽ വീഡിയോ ഈ വിഷയത്തിൽ ചെയ്തതും നമ്മുടെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തതും ABC മലയാളമാണ്. പിന്നെ ദീപിക പത്രം, ദീപികയുടെ GM കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചായിരുന്നു. നമ്മളിങ്ങനെ സംസാരിച്ച് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞല്ലോ ദീപികയൊന്നും ഒരിടത്തും ഇല്ല. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദീപിക ഇല്ലാത്തതിന് കാരണം നിങ്ങൾ എറണാകുളത്തല്ലേ, ഇവിടെ അങ്കമാലി അതിരൂപതക്കാർ ദീപിക പത്രത്തിനെതിരാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇല്ലായിരിക്കും. എന്നാലും ഞങ്ങളുടെ പത്രമൊക്കെ കൂടി വരുന്നുണ്ട്. നല്ല കാര്യം, കൂടി വരട്ടെ, ആളുകൾക്ക് സത്യം പറയട്ടെ. അവർ ഈ വഖഫിനെ കുറിച്ച് നിരന്തരം എഴുതുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. ആളുകളെ ബോധവൽക്കരിക്കുന്ന ദീപികയാണെങ്കിലും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കൂടെ പറയാൻ ഒരു പത്രത്തെ കൂടെ കിട്ടിയല്ലോ. വളരെ സന്തോഷം. അതെ, ദീപിക കൂടുതൽ പ്രചാരം ഉണ്ടാവട്ടെ. അതെ, ഉണ്ടാകണം. അച്ഛൻ എന്നിട്ട് എന്നോട് ദീപിക എടുക്കാനാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരു ദീപിക എടുക്കാം, പക്ഷേ നമ്മളെയല്ല, ഈ നാട്ടിലുള്ള ഇടവകയിലെ കൂടുതൽ ആളെ കൊണ്ട് പത്രം എടുപ്പിക്കണം. അല്ലല്ല, അതൊരു കണ്ടീഷൻ സുനിൽ വെക്കണമായിരുന്നു. ഇവിടുത്തെ കത്തോലിക്കര് മുഴുവൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദീപിക എടുക്കാം. അതെ, അത് ചെയ്യാം. അവർക്ക് അല്ല, അച്ഛൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു തെറ്റാണ്, ഞങ്ങളുടെ പത്രം എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഉണ്ടെന്നുള്ളത്, ഞാൻ കാണുന്നുണ്ടല്ലോ പത്രം എവിടെയുണ്ടത്. പിന്നെ അച്ഛാ എൻ്റെ പർപ്പസ് സെർവ് ചെയ്തു. അദ്ദേഹം എന്നെ വിളിച്ചല്ലോ, ജനറൽ മാനേജർ. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചതുകൊണ്ട് എനിക്ക് സന്തോഷമായി. എനിക്ക് ഇത്രയേ ഉള്ളൂ, അച്ഛൻ വിളിക്കണം, നിങ്ങളുടെ പത്രത്തിൻ്റെ പ്രചാരവേല നിങ്ങൾ ത്വരിതപ്പെടുത്തണം. അച്ഛനെ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പത്രപ്രവർത്തനം തുടങ്ങിയത് ദീപികയിലാണ്. അപ്പോൾ മറ്റേ ഫാദർ ജിനോ പുന്നമറ്റമാണ് അച്ഛൻ. അപ്പോൾ ജിനോ പുന്നമറ്റ അച്ഛോ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ എൻ്റെ പത്രപ്രവർത്തനം തുടങ്ങിയത് ദീപികയിലാണ്. കൂടുതൽ വിവരങ്ങൾ ജോസ് പന്തപ്ലാന്തൊട്ടിയിൽ അച്ഛനോട് ചോദിച്ചാൽ അറിയാം. ഏതായാലും ജിനോ അച്ഛൻ നല്ല മിടുക്കനായ അച്ഛനാകട്ടെ. വളരെ സ്മാർട്ടാണ്, വളരെ മനോഹരമായിട്ട് സംസാരിക്കും, വളരെ ഡൈനാമിക്കാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം മുനമ്പം വേളാങ്കണ്ണി പള്ളി അവിടുത്തെ ആളുകളൊക്കെ ഒഴിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടില്ലേ, അവിടെ പോയിട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ജിനോ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എല്ലാ ആശംസകളും. അപ്പോൾ അച്ഛൻ പരമാവധി സഭാ വിശ്വാസികളെ കൊണ്ട് ദീപിക വായിപ്പിക്കട്ടെ.
ആ ദീപിക ഉത്തരോത്തരം പ്രചാരം നേടട്ടെ. അതിൻ്റെ ദീപികയ്ക്ക്, ജിനോ അച്ഛന്, ABC മലയാളത്തിൻ്റെ എല്ലാ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.